ജാഗോ യെസ്, നമ്മുടെ കൂടെ തൃശ്ശൂരിൽ നിന്ന് ജാഗോയ്ക്ക് വേണ്ടി ക്രൈസ്റ്റ് അക്കാദമിയിൽ എത്തിയിരിക്കുന്ന കുറച്ച് പിള്ളേരാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ജോഷുവ, ഞാൻ തൃശ്ശൂർ സോണിൽ തന്നെയാണ്. ഞാൻ ജാഗോവിന് മുമ്പത്തെ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു, 2023 ബാച്ചിലും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ക്യാമ്പസ് ബേസിസിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കൊല്ലം വന്നത്. ഈ കൊല്ലം അതിനേക്കാൾ അടിപൊളിയാണെന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. ഓക്കെ, പേര്? ഹായ്, എൻ്റെ പേര് നിവിൻ. എൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ്. ഒല്ലൂർ സബ് സോണാണ്. ഇപ്പോൾ ഫോമൽ കൗൺസിൽ ടീം മെമ്പറാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് വാട്ടർ മിനിസ്ട്രി ആയിരുന്നു. ഇപ്പോൾ ഈ തവണ നമുക്ക് വാട്ടർ മിനിസ്ട്രി ആയിരുന്നു. ഈ തവണ ഞങ്ങൾ ഫുഡ് മിനിസ്ട്രിയാണ്. ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ തവണ കുറച്ചുകൂടിയും ഒരു ഓർഗനൈസ് ചെയ്യാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാം മാക്സിമം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകണേ. ഇത്രയധികം ആൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ കിച്ചൺ മിനിസ്ട്രി ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് എറണാകുളം സോണാണ്. തൃശ്ശൂർ സോണാണ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എറണാകുളം സോണാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഫണ്ടാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പാട്ടുകളൊക്കെ പാടി എല്ലാവരും കളിച്ചിരിച്ച് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ജിസ്ന. ഞാൻ ഇരിഞ്ഞാലക്കുട സോണാണ്, ചാലക്കുടി സബ് സോണ്, മുരിക്കിങ്ങ ഇടവക. ഫസ്റ്റ് ടൈമാണ് ജാഗോയ്ക്ക് വരുന്നത്. ജാഗോ ഇവിടെ എത്തി പ്രതീക്ഷയിലും സൂപ്പറാണ്. ഹലോ, എൻ്റെ പേര് ഗ്ലാഡി. ഞാൻ ചെമ്മണ്ട ഇടവകയാണ്, ഇരിഞ്ഞാലക്കുട. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ജാഗോയിൽ വരുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ജാഗോ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ജാഗോ എന്ന് പറയുന്നത് ഹിന്ദിയിൽ പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതല്ലേ എനിക്ക് തോന്നുന്നു. ലൈക്ക് ഗോ ആൻഡ് പ്രൊക്ലെയിം ദ വേർഡ് ഓഫ് ഗോഡ്. ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ജാഗോ മെയിനായിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ട്. ഓക്കെ, മെയിനായിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ട് ജാഗോ ഒരേ സമയം അവേക്ക് എന്നുള്ള അർത്ഥം അതിനുണ്ട്, റൈസ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത്. ജാഗോ ഈ വർഷം പ്രത്യാശയുടെ ഒരു വർഷമാണ്. ഈ പ്രത്യാശയുടെ വർഷത്തെക്കുറിച്ച് ഈ വർഷം ക്രിസ്മസിന് ശേഷം ജാഗോ നടത്തുന്നതിന് ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? അതിൻ്റെ പ്രസക്തി ആക്ച്വലി അതിനൊക്കെ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് യൂത്തിനെ കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ക്രിസ്മസിന് അതിൻ്റെ ഒരു ആംബിയൻസും അതിൻ്റെ ഒരു വിഷ്വലൈസേഷനും അത് കറക്റ്റായിട്ട് നമുക്ക് യൂത്തിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് അവർക്ക് നമ്മുടെ ഒരു വിശ്വാസം എന്താണെന്നും എങ്ങനെയാണ് നമുക്ക് എല്ലാവരായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് എല്ലാവരായിട്ട് സജീവമായിട്ട് ഹെൽപ്പ് ചെയ്യാനും അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ അതിനായിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ വെക്കുന്നുമുണ്ട്. സോ നമുക്ക് പിള്ളേർക്ക് ആവശ്യമുള്ള രീതിയിൽ ജാഗോ ഈ കൊല്ലം ഫുൾ പ്ലാൻ ആൻഡ് ഫുൾ പാക്ക് ചെയ്തിട്ട് വെൽ പാക്കേജ് പോലെയായിട്ടാണ് യൂത്തിനെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ കൊല്ലം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അത് കണ്ടിന്യൂറ്റി പക്കയായിരിക്കും.